6 കോടി രൂപ അടിച്ചു. 6 കോടി അടിച്ചു. 2018 2018 ജനുവരി 24 തീയതി 2 മണിക്ക് എടുത്ത ലോട്ടറിയാണ്. ഈ 6 കോടി അടിച്ചു. ഇപ്പൊ നഗരൂർ പഞ്ചായത്ത് മെമ്പറാണ്. നഗരൂർ പഞ്ചായത്ത് മെമ്പർ വാർഡിലുള്ള ആൾക്കാരോട് പറയുന്നത് എന്താ? ലോട്ടറി എടുക്കണമെന്ന് തന്നെയാണോ? ലോട്ടറി എടുക്കണം. എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ലോട്ടറി എടുക്കുന്ന ആളല്ലായിരുന്നു. ഇതിനെങ്ങനെ അടിച്ചു? ഇത് 3ാമത്തെ ലോട്ടറിയാണ് ഞാൻ എടുത്തത്. കാരണം അത് ഈ റോഡ് പക്കത്ത് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് 2 കാലും ഇല്ലാത്ത ചില പാവപ്പെട്ടവർ അവർ ഇരുന്ന് വിൽക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ അവർ ആ വിളി കേൾക്കുമ്പോഴേ തന്നെ നമ്മൾ ആ ലോട്ടറി എടുത്തു പോകും. അങ്ങനെയാണ്. ഇത് 3ാമത്തതാണ്. എൻ്റെ പാക്കറ്റിൽ കൊണ്ട് ഇട്ടിട്ട് സാർ ഇത് തിരിച്ചു തരരുതെന്ന് പറഞ്ഞു. തരരുതെന്ന് പറഞ്ഞു. ഞാൻ ആ ലോട്ടറി നോക്കിയതുമില്ല. അദ്ദേഹത്തിന് 250 രൂപയും കൊടുത്തു. എന്നിട്ട് ലോട്ടറി അടിച്ച ഓരോ ഞാൻ അറിയുന്നില്ല. ഇല്ല, എൻ്റെ പാക്കറ്റിൽ തന്നെ ആ ലോട്ടറി കിടന്നു. പിറ്റേ ദിവസം 4 മണിയായപ്പം എൻ്റെ വീട്ടുകാർ ചായ ഇട്ട് എൻ്റെ ഒരു മകനും കൂടി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൻ്റെ അമ്മ പറഞ്ഞു, അച്ഛൻ്റെ പാക്കറ്റിൽ ലോട്ടറി കിടപ്പുണ്ട്, എടുത്തു നോക്കെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് അവിടെ വർക്ക്ഷോപ്പുണ്ട്. എനിക്ക് തടിമില്ലും വർക്ക്ഷോപ്പും എല്ലാം. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അന്നേരം ലോട്ടറി എടുത്ത കാരണം പണിക്കാർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ലോട്ടറി അടിച്ച അത് വേറെ എവിടെ അടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുന്നില്ല, ഞാനങ്ങ് പോയി. പോയതിന് ശേഷം ഒരു 4 മണിയായപ്പം വീട്ടിൽ നിന്ന് വിളി വന്നു, അടിച്ചു, ലോട്ടറി അടിച്ചു. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. അതിൻ്റെ ലോട്ടറി അടിക്കാനും ഒരു പ്രധാന കാരണമുണ്ട്. ഞാനൊരു തടിമില്ല് റെന്റിനെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അന്നേരം ആ 2 തവണ പഞ്ചായത്ത് മെമ്പറായപ്പോൾ എന്നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ കൊടുക്കുന്ന വീട് പൂർത്തിയാക്കിയാൽ മാത്രമേ ഞാൻ ഒപ്പിട്ട് കൊടുക്കൂ. എല്ലാ കള്ളത്തരത്തിൽ കൂടെ എനിക്ക് ആ ഒരു ഏർപ്പാട് നടക്കില്ലായിരുന്നു. അങ്ങനെ കുറേ കടം വന്നു. 69 ലക്ഷം രൂപ നഗരൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഞാൻ കടക്കാരനായിരുന്നു. പുറത്ത് 20 ലക്ഷം രൂപ കടക്കാരനായിരുന്നു. ആ കടം കിടന്ന സമയത്താണ് 2017 പിന്നെ എൻ്റെ പേരിൽ 30 സെൻറ്റ് നിലം മാത്രമേ ഉള്ളായിരുന്നു. 2017 ഒരു കൊടും ചൂട് വന്നു. 30 സെൻറ്റ് നിലം വിറ്റാണ് 4 മാസക്കാലം ടാങ്കറും വെച്ച് എന്ന് പറഞ്ഞാൽ ആ പ്രദേശം മൊത്തവും വെള്ളം കൊണ്ട് കൊടുത്തത്. അന്നേരം അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവുന്നുള്ളൂ. വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ എനിക്കതിലൊരു വിഷമമില്ലായിരുന്നു. പക്ഷേ ഞാൻ സഹായിച്ച ആൾക്കാരോട് പറഞ്ഞു, ഇനി അതൊക്കെ ഒരു മുഴം കയറോ അല്ലെങ്കിൽ കുരുടാനോ ഇതേ വഴിയുള്ളൂ. ഞാൻ സഹായിച്ച ആൾക്കാർ വരെ പറഞ്ഞതാണ്. പക്ഷേ 2018 ജനുവരി 24 തീയതി രാവിലെ 8 മണിക്ക് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മില്ല് തൊടുപുഴയ്ക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കച്ചവടം ചെയ്ത് തൊടുപുഴയ്ക്ക് കയറ്റി പോകുന്നു. 8 മണിക്ക് എൻ്റെ ഇളയ മകൻ്റെ ബൈക്കിൽ ഞാൻ ദേവീക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുന്നു. അവിടെ കയറി ഞാൻ പറഞ്ഞു എല്ലാം തൃപ്തിയായെന്ന് പറഞ്ഞു. അടുത്ത് 4 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം കാര്യവും പറഞ്ഞിട്ട് പോയി. അന്ന് 2 മണിക്കെടുത്ത ലോട്ടറിയാണ് അടിച്ചത്. പക്ഷെ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരുപാട് പാവപ്പെട്ടവർ രക്ഷപ്പെട്ടു എന്നെനിക്ക് അഭിമാനമായിട്ട് പറയാം. അതെങ്ങനെ? ഞാൻ 27 പേരൊക്കെ 3 സെന്റ് ഭൂമി വീതം മേടിച്ചു കൊടുത്തു. 4-5 വീട്. 6 കോടി എത്ര കിട്ടിയായിരുന്നു? 6 കോടിയിൽ 3 കോടി 87 ലക്ഷം രൂപ കിട്ടി. 3 കോടി 87 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. പക്ഷേ 1 കോടിയിൽ പരം രൂപ സാധാരണപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു. ഏതാണ്ട് 150 പരം പേർക്ക് ചികിത്സാ സഹായം, 50,000 തൊട്ട് താഴോട്ട് എന്ന് പറഞ്ഞാൽ ചികിത്സാ സഹായം. ഇവരൊക്കെ സഹായം തേടി വന്നാണോ? തേടി വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമങ്ങളുണ്ടായിരുന്നു. 6 അടി മണ്ണില്ലാത്തതുകൊണ്ട് വിഷമം പല ഘട്ടങ്ങളിൽ. ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ വന്ന് പഞ്ചായത്തിൽ വന്ന് കരയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഞാൻ സഹായിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എനിക്ക് വേറെ 22 കോടി അടിക്കാൻ പറ്റില്ല. 6 കോടി അല്ല, ഇത് മതി സാറേ, ഇത് മതി. കാരണം എന്തിനാണ് 22 കോടിയൊക്കെ അടിക്കുന്നത്? നമുക്ക് ജീവിക്കണമെങ്കിൽ ഇത് മതി. ഇപ്പൊ കുറച്ചുപേരെ സഹായിക്കായിരുന്നല്ലോ. അല്ല, സഹായിക്കുന്നതല്ല, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുക തന്നെ. അത് കാരണം ആ ദൈവത്തിന്റെ കളി എന്ന് പറയുന്നത് 2018 ലോട്ടറി അടിക്കുന്നു. 2019 സാറിന് ചിലപ്പോൾ അറിയാം, 2019 ഒരു നിധി കിട്ടിയത് കിളിമാനൂര്. അത് എനിക്കാണ് കിട്ടിയത്. നിങ്ങൾക്ക് നിധിയും കിട്ടിയോ? നിധി കിട്ടി. അത് എന്തുവായിരുന്നു നിധി? നിധി 1951 വരെ നിലനിന്നു. കാരണം പറഞ്ഞാൽ ചെമ്പ് നാണയങ്ങളായിരുന്നു. അത് 4 കാശ് 8 കാശ് പഴയ കാശ് കുഴിച്ചു നോക്കണം ഇടക്കിടയ്ക്ക്. അന്നേരം അല്ല, അത് അപ്പോഴത്തെ ഗവൺമെന്റിൽ കൊടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.